മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഖബറാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഖബറാളികളെ, ഇന്ന ബുയൂതകും, നിങ്ങളുടെ വീടുകളുണ്ടല്ലോ, ഈ ദുനിയാവിൽ നിങ്ങൾ വളരെയേറെ സ്വപ്നം കണ്ട് നിങ്ങളുടെ ആയുസ് മുഴുവനും കഷ്ടപ്പെട്ടു പാടുപെട്ടുണ്ടാക്കിയ നിങ്ങളുടെ വീടുകളുണ്ടല്ലോ, അവിടെ വേറെ താമസക്കാര് കിടന്നു വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കാലശേഷം വേറെ താമസക്കാര് കിടന്നു വന്നിരിക്കുകയാണ്. ഇന്ന അംവാലകും, നിങ്ങളുടെ സമ്പാദ്യമുണ്ടല്ലോ, ഈ ദുനിയാവിൽ നിങ്ങൾ വളരെയേറെ സ്നേഹിച്ചിരുന്ന, വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന, നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന, ജീവിതം മുഴുവനും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് സുഖസൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെച്ച് നിങ്ങളുടെ സമ്പാദ്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ സാമ്പത്തികമായ സ്രോതസ്സുകളുണ്ടല്ലോ, അതെല്ലാം നിങ്ങളുടെ മക്കൾക്കിടയിൽ വീതിക്കപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം അതിന്റെ അവകാശികൾ വീതിച്ചെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ മുഴുവനും പല ആളുകൾക്കായി വീതിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന അസ്വാജകും, അതേപോലെ നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്താപവേളകളിലും സന്തോഷവേളകളിലും താങ്ങും തണലുമായ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അനുരാഗത്തിന്റെ നിമിഷങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, ആ ഇണകൾ നിങ്ങളുടെ കാലശേഷം അവരുടെ ജീവിതത്തിലേക്ക് വേറെ ആളുകളെ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാർ വേറെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യമാർ വേറെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. ഓരോ നിമിഷങ്ങളിലും നിങ്ങളുമായി സ്നേഹത്തിന്റെ, സല്ലാപത്തിന്റെ, സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ നിങ്ങളുടെ രഹസ്യമായി നിങ്ങളുടെ പരസ്യങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചിരുന്ന നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്നവരുടെ ഇണകളുമായിട്ട് നിങ്ങളുടെ സ്ഥാനത്തും മറ്റൊരിണയുമായി അവര് സംസാരിക്കുകയാണ്. അവര് സ്നേഹങ്ങൾ കൈമാറുകയാണ്. ഈ ദുനിയാവിന്റെ അവസ്ഥ ഇതാണ്. നിങ്ങളുടെ കാലശേഷം നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥ ഇതാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ ഖബറാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് തന്നെ അനുയായികളുടെ നേരെ തിരിഞ്ഞിട്ട് അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇവർ ഇതിന് ഉത്തരം നൽകുകയില്ല. ഈ ഖബറാളികൾക്ക് എങ്ങാനും നമുക്ക് മറുപടി തരാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവര് പറയുന്നത് എന്തെന്നറിയുമോ? ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. ആ ഖബറാളികൾ നമ്മളോട് തരുന്ന ഒരേ ഒരു ഉപദേശം, നമ്മളോട് പറയുന്ന ഒരേ ഒരു മറുപടി ഏതെന്നറിയുമോ? ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. നിങ്ങൾ ദുനിയാവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം അത് തഖ്വയാണ്, തഖ്വയാണ്. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നിങ്ങൾ ഏറ്റവും വലിയ ലക്ഷ്യമായി കാണേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, തഖ്വയുണ്ടാക്കിയെടുക്കാനാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധ പുലർത്തേണ്ടത് എന്ന ഒരൊറ്റ ഉപദേശം മാത്രമായിരിക്കും ഈ ഖബറാളികൾക്കും മറുപടി പറയാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവർ നമുക്ക് തരുന്നതെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ എത്ര വലിയ സമ്പാദ്യമുള്ളവനാണെങ്കിലും എത്ര വലിയ അധികാരമുള്ളവനാണെങ്കിലും 10,000 സിന്ദാബാദ് വിളിക്കാനുള്ള നേതാവാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും അവനെല്ലാം 6 അടി മണ്ണിന്റെ ഉള്ളിലേക്ക് യാത്രയായി കഴിഞ്ഞാൽ അവിടെയാണ് അവനക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ഈ ദുനിയാവിൽ എത്ര വലിയ സമ്പാദ്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക സ്രോതസ്സുകൾക്ക് വേണ്ടി, പണത്തിനു വേണ്ടി, പ്രതാപത്തിനു വേണ്ടി, പേരിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതൊന്നും ആയിരുന്നില്ല വേണ്ടത്. പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെട്ടൊരു ജീവിതമായിരുന്നു. ദുനിയാവിൽ കഷ്ടപ്പെട്ടത് മുഴുവനും സമ്പാദ്യത്തിനു വേണ്ടിയാണ്, പേരിനു വേണ്ടിയാണ്, പ്രശസ്തിക്ക് വേണ്ടിയാണ്, പ്രതാപത്തിനു വേണ്ടിയാണ്. അതിനൊന്നും ആയിരുന്നില്ല കഷ്ടപ്പെടേണ്ടിയിരുന്നത്. പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നേടിയെടുക്കുവാനായിരുന്നു കഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മനുഷ്യനും മനസ്സിലാകുന്നത് 6 അടി മണ്ണിലോട്ടവനെ കൊണ്ടുപോയി വെക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, അൽഹാകുമുത്തകാസുർ ഹത്താ
സുറുത്തുമുൽ മഖാബിർ, നിങ്ങളുടെ ഈ പണവും പേരും പ്രശസ്തിയും പൊങ്ങച്ചവും എല്ലാം ഏതുവരെ എന്നറിയുമോ? ഞാനാണ് നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനെന്നുള്ള, ഞാനാണ് ഏറ്റവും വലിയ കച്ചവടക്കാരനെന്നുള്ള, ഞാനാണ് വലിയവന്, ഞാനാണ് നേതാവ്, ഞാനാണ് ആയിരങ്ങൾ അനുകരിക്കുന്ന നേതാവ്, ഞാനാണ് എന്ന ഈ പൊങ്ങച്ചവും ഈ വർത്തമാനങ്ങളും പ്രതാപങ്ങളും ഞാനെന്ന ഭാഗവും ഈ അഹങ്കാരവുമെല്ലാം ഏതുവരെ എന്നറിയുമോ? പച്ച മണ്ണിലോട്ട് കൊണ്ടുപോയി വെക്കുന്ന ആ നിമിഷം വരെ കാണുകയുള്ളൂവെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഒരു മനുഷ്യന്റെ അഹങ്കാരമെല്ലാം അസ്തമിച്ചു പോകും. ആറടി മണ്ണിലേക്ക് പള്ളിക്കാട്ടിലേക്ക് അവനെ കൊണ്ടുപോയി വെക്കുമ്പോ ആ മനുഷ്യന്റെ അതേവരെയുള്ള അഹങ്കാരങ്ങളെല്ലാം അസ്തമിച്ചു പോകും. പിന്നീടാണ് അവിടെ നിന്ന് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അല്ലാഹു നൽകിയ ആയുസ് കൊണ്ട് ചെയ്തു തീർത്തതിന്റെ എല്ലാം നന്മയാണെങ്കിൽ അതിന്റെ ഗുണവും തിന്മയാണെങ്കിൽ അതിന്റെ ദോഷവും വിപത്തുകളുമെല്ലാം അനുഭവിക്കാൻ തുടങ്ങുന്നത്. അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിന്റെ ഒന്നാമത്തെ വീടെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തി തന്ന ആ ഖബർ മുതലാണ്. യുനാദിൽ ഖബറു ഫീ കുല്ലി യൗമിൻ സലാസ മറ. ഈ ഖബർ ഓരോ ദിവസവും 3 പ്രാവശ്യം വീതം മനുഷ്യരോട് വിളിച്ചു പറയുന്നുണ്ട്. മനുഷ്യരോട് വിളിച്ചു പറയുകയാണ്. ഓരോ പള്ളികളുടെയും ഖബർസ്ഥാനിലെ ഖബറുകൾ അവിടെയുള്ള ആളുകളോട് വിളിച്ചു പറയുന്നുണ്ട്. അനബയത്തുൽമാ, ഞാൻ ഇരുട്ടിന്റെ വീടാണ്. അനബയത്തുദ്ദൂദ്, ഞാൻ പാമ്പുകളുടെയും പുഴുക്കളുടെയും വീടാണ്. അനബയത്തുൽ ഖുർബാ, ഞാൻ അപരിചിതത്വത്തിന്റെ വീടാണ്. ഖബർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭയാനകമാണ്. ഖബർ വല്ലാത്ത ഭീകരമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാര് പോലും ആ ഖബറിനെ കുറിച്ചോർത്ത് കരഞ്ഞത്. പ്രവാചകന്മാര് പോലും ഖബർ ജീവിതത്തെ കുറിച്ചോർത്ത്, ഖബറിലോട്ട് കൊണ്ടുപോയി വെക്കുന്ന നിമിഷത്തെ കുറിച്ചോർത്ത് വല്ലാതെ പൊട്ടിക്കരഞ്ഞുവല്ലോ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ സഹോദരന്റെ, ആ സഹാബിയുടെ ഖബറടക്കത്തിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് വല്ലാതെ പൊട്ടിക്കരയുകയാണ്. പ്രവാചകന്റെ റിസാലത്തിന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ കണങ്ങൾ ഇങ്ങനെ ചാലിട്ടൊഴുകുകയാ. ഹബീബായ പ്രവാചകൻ ഇവിടെ നിന്ന് കരഞ്ഞു തളർന്നിട്ട് ആ ഖബറിന്റെ ചാരത്തങ്ങിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ താടിരോമങ്ങൾ പോലും കുതിരുന്ന രീതിയിൽ ഹബീബായ പ്രവാചകൻ ഇവിടെ നിന്ന് പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ കരയുന്നത് കണ്ടിട്ട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അമ്മാ യുബികീക യാ റസൂലല്ലാഹ്, എന്തിനാണ് പ്രവാചകരെ അങ്ങ് വല്ലാതെ കരയുന്നത്? എന്തിനാ ഇത്രമാത്രം അങ്ങ് കരയാനുള്ള കാരണം എന്താണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് സഹാബത്തിനോട് പറയുന്നു, സഹാബാ ലിമിസ്ലി ഹാദാ ഫഅഇദ്ദൂ, ഈ എടുത്തിട്ടിരിക്കുന്ന പച്ചമണ്ണ് കണ്ടില്ല സഹാബ, ഈ ഖബർ നിങ്ങൾ കാണുന്നില്ല സഹാബ. ഈ ദുനിയാവിൽ എത്ര വലിയ സുഖ സൗകര്യങ്ങൾ ജീവിച്ചവനാണെങ്കിലും, ഈ ദുനിയാവിൽ എത്ര വലിയ സുന്ദരമായ വീടിന്റെ മണിമാളികയിൽ പട്ടുമെത്തയിൽ സുഖമായി കിടന്നുറങ്ങിയവനാണെങ്കിലും അവസാനം ഈ പച്ചമണ്ണിലോട്ട് കൊണ്ടുവന്നു വെക്കുമല്ലോ സഹാബ. 6 അടി മണ്ണിന്റെ ഉള്ളിലോട്ട് കഫൻ പുടമയിൽ പൊതിഞ്ഞിട്ട് എന്നെയും നിങ്ങളെയും കൊണ്ടുവന്നു വെക്കുമല്ലോ സഹാബ. അല്ലിമിസ്ലി ഹാദാ ഫഅഇദ്ദൂ,
ഈ ഖബറിനെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചിന്ത വേണം. ഈ ഖബറിനെ മുന്നിൽ കണ്ടുകൊണ്ട്, ഈ ഖബർ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തുവെങ്കിൽ അറിയുമല്ലോ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ സതീർത്ഥനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പെൺമക്കളുടെ ഭർത്താവാണ്. ഖുലഫാഉർ റാഷിദീങ്ങളിൽ പെട്ട മൂന്നാമനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖബറിന്റെ ചാരത്തുകൂടി കിടന്നുപോയാൽ, ഖബറിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും യാത്രയിൽ ഒരു ഖബർസ്ഥാന്റെ അടുക്കലൂടെ നടന്നുപോയി കഴിഞ്ഞാൽ വല്ലാതെ കരയുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ പൊട്ടിക്കരയുമായിരുന്നു. ഖബർ കണ്ടു കഴിഞ്ഞാ, ഖബറിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാ താടിരോമങ്ങൾ കുതിരുന്ന രീതിയിൽ വല്ലാതെ കരഞ്ഞ് തളരുമായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഒരു വേള കരയുന്ന സന്ദർഭത്തിൽ അനുയായികൾ ചോദിച്ചു, ഉസ്മാൻ തങ്ങളെ, അങ്ങ് പരലോകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഇതുപോലെ കരയാറില്ലല്ലോ, അങ്ങ് നരകത്തെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കരയാറില്ലല്ലോ, അങ്ങ് മഹ്ശറയെ കുറിച്ച് കേൾക്കുമ്പോൾ ഇതേപോലെ കരയാറില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ താടിരോമങ്ങൾ കുതിരുന്ന രീതിയിൽ അങ്ങ് കരഞ്ഞ് തളരാനുള്ള കാരണം എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇടറിയ ശബ്ദത്തിൽ പറയുകയാണ്, അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ഖബർ വെറും ഒരു കുഴിയല്ല, അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പ്രതിസന്ധികളേറെയുള്ള, ധാരാളം ദുരന്തങ്ങൾ കാത്തിരിക്കുന്ന, ധാരാളം തടസ്സങ്ങൾ കാത്തിരിക്കുന്ന ആഖിറത്തിന്റെ ഒന്നാമത്തെ വീടാണ്, ആഖിറത്തിന്റെ ഒന്നാമത്തെ വീടാണ്. ഈ ഖബറിൽ ഒരു മനുഷ്യൻ വിജയിച്ചു കഴിഞ്ഞാൽ, ഈ ഖബറിന്റെ പ്രതിസന്ധികളിൽ നിന്നൊരു മനുഷ്യൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, അതിനുശേഷമുള്ള ഹിസാബ് അവന് എളുപ്പമാണ്, അതിനുശേഷമുള്ള സിറാത്ത് അവന് എളുപ്പമാണ്, അതിനുശേഷമുള്ള മഹ്ശറ അവന് എളുപ്പമാണ്, സ്വർഗപ്രവേശനം അവന് എളുപ്പമാണ്. ഈ ഖബറിലെങ്ങാനും ഒരു മനുഷ്യന് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിനുശേഷമുള്ളത് അതിനുശേഷമുള്ള പരലോകത്തിന്റെ ഓരോ ഘട്ടങ്ങളും അവനക്ക് പ്രയാസമാണ്. ഒരുപക്ഷെ അവനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ, ഖബർ കാണുമ്പോ ഹബീബായ പ്രവാചകന്റെ വാക്കുകൾ എന്നെ മനസ്സിലോട്ട് ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ പൊട്ടിക്കരയുമായിരുന്നു. ഖബറിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ, ഖബറിന്റെ അടുക്കലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ കണ്ണുനീർ കണങ്ങൾ ഇങ്ങനെ താടിരോമങ്ങൾ കുതിരുന്ന രീതിയിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തുകൂടി ഒലിച്ചിറങ്ങുമായിരുന്നു. ഖബർ വല്ലാത്ത ഭീകരമാണ്. ആ ഖബറിന്റെ ഭീകരതയെ കുറിച്ചോർത്ത്, ആ ഖബറിന്റെ ഭയാനകതയെ കുറിച്ചോർത്ത്, ആ ഖബറിൽ വരുന്ന പ്രതിസന്ധികളെ കുറിച്ചോർത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കരയുമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യരങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതാ വീട്ടിൽ അവന്റെ കഫൻ പുടവയിൽ അവനെ പൊതിഞ്ഞു വെക്കുമ്പോ, മയ്യത്ത് കട്ടിലേറ്റിയിട്ട് സന്തൂക്ക് കട്ടിലിൽ കയറ്റിയിട്ട് പള്ളിക്കാട്ടിലേക്ക് അവനെ ഖബറടക്കുന്നതിനു വേണ്ടി കൊണ്ടുവരുമ്പോ, അവനക്ക് വേണ്ടി പള്ളിക്കാട്ടിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഖബറിൽ അതാ വിളിച്ചു പറയുകയാണ്, അഹ്ലൻ വസഹലൻ വമർഹബാ,
അഹ്ലൻ വസഹലൻ വമർഹബാ. ദുനിയാവിൽ പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ നന്മകൾ ചെയ്ത് നമസ്കരിച്ച് നോമ്പ് പിടിച്ച് സകാത്ത് കൊടുത്ത് എല്ലാ നന്മകളും ചെയ്ത് ഹറാമിൽ നിന്നും മാറി നിന്ന് പടച്ചവൻ ഇഷ്ടപ്പെട്ട് ജീവിച്ച മനുഷ്യന്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നന്മകൾ ചെയ്ത് ജീവിച്ചൊരു മനുഷ്യന് അവനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അവന്റെ റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ പള്ളിക്കാട്ടിൽ അവനക്ക് വേണ്ടി കുഴിക്കപ്പെടുന്ന ഖബർ വിളിക്കുമത്രേ അഹ്ലൻ വസഹലൻ വമർഹബാ. നിനക്കിതാ എന്റെ വിരിമാറിലേക്ക് സ്വാഗതം, നിനക്കിതാ എന്റെ വിരിമാറിലേക്ക് സ്വാഗതം. നീ ദുനിയാവിൽ നന്മകൾ ചെയ്തവനാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചവനാണ്, പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചവനാണ്. നീ ആരെന്നറിയുമോ? എന്റെ മുന്നിലൂടെ എന്റെ മുകളിലൂടെ നടന്നുപോയവരിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവനാണ് നീ, ഏറ്റവും കൂടുതൽ ആദരിച്ചവനാണ് നീ. അതുകൊണ്ട് എത്രയും വേഗം നീ എന്നിലേക്ക് വരിക. അള്ളാഹു നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിഅമത്തുകൾ ആസ്വദിക്കുക. നിനക്ക് വേണ്ടി ഇതാ സ്വർഗത്തോപ്പായി ഞാൻ മാറിയിരിക്കുകയാണ്. ഇതാ നിന്നെ ഞാൻ കാത്തിരിക്കുകയാണ്, നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അഹ്ലൻ വസഹലൻ വമർഹബാ. നിനക്കിതാ സ്വാഗതമെന്ന് ആ ഖബർ വിളിക്കുമത്രേ. ആ സമയത്ത് മുഅ്മിനീങ്ങളായ മനുഷ്യർ ചുമന്നു കൊണ്ടുപോകുന്ന മയ്യത്തുണ്ടല്ലോ, സന്തൂക്ക് കട്ടിലിൽ കിടക്കുന്ന നല്ല മനുഷ്യന്റെ മയ്യത്തുണ്ടല്ലോ, തന്റെ മയ്യത്ത് ചുമക്കുന്നവരോട് പറയുമത്രേ, എന്നെയൊന്ന് പെട്ടെന്ന് കൊണ്ടുപോകുമോ? എന്റെ ഖബറിലേക്ക് എന്നെയൊന്ന് വളരെ വേഗത്തിൽ കൊണ്ടുപോകുമോ? പടച്ച തമ്പുരാൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിഅമത്തുകൾ ആസ്വദിക്കാൻ എനിക്ക് വല്ലാതെ കൊതിയാവുന്നു. എന്നെയൊന്ന് പെട്ടെന്ന് നിങ്ങൾ ഖബറിലേക്ക് കൊണ്ടുപോകുമോ എന്ന് മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ മയ്യത്ത് വിളിച്ചു പറയും. ഇനി അതല്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ തിന്മകൾ ചെയ്ത് നമസ്കാരം ഉപേക്ഷിച്ച് സകാത്ത് കൊടുക്കാതെ ഹറാമുകൾ ചെയ്ത് പലിശ തിന്ന് പെണ്ണുപിടിച്ചും മദ്യപിച്ചും മാതാപിതാക്കളെ ഉപദ്രവിച്ച് ഹറാമുകൾ ചെയ്തുകൊണ്ട് ദുനിയാവിൽ ജീവിച്ച മനുഷ്യന് അവൻ മരിക്കുമ്പോ അവന്റെ മയ്യത്തതാ പള്ളിക്കാട്ടിലോട്ട് കൊണ്ടുവരുമ്പോ ആ ഖബർ വിളിച്ചു പറയുമത്രേ അല്ലാ അഹ്ലൻ വസഹലൻ വമർഹബാ, അല്ലാ അഹ്ലൻ വസഹലാ, അല്ലാ മർഹബാ. നിനക്ക് സ്വാഗതമില്ല, നിനക്കിവിടെ നാശമാണ്, നിനക്കിവിടെ വിപത്താണ് നിന്നെ കാത്തിരിക്കുന്നത്, ഭീതിജനകമായ ശിക്ഷകളാണ്, എന്നിലേക്ക് നിനക്ക് സ്വാഗതമില്ല എന്നാ ഖബർ വിളിച്ചു പറയുമത്രേ. ഈ ഖബറിന്റെ വിളിയാളം കേൾക്കുമ്പോ, ഈ ഖബറിന്റെ ഭീകരമായ അട്ടഹാസം കേൾക്കുമ്പോ സന്തൂക്ക് കെട്ടിലിൽ കിടക്കുന്ന ആ മോശപ്പെട്ട മയ്യത്തതാ കരഞ്ഞുകൊണ്ട് തന്റെ മയ്യത്ത് ചുമക്കുന്നവരോട് പറയുമത്രേ, എന്നെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? എന്നെ നിങ്ങൾ ആ ഖബറിലേക്ക് ഒന്ന് പതിയെ കൊണ്ടുപോകുമോ? എന്നെ നിങ്ങൾ അവിടെ നിന്ന് എന്നെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമോ? എന്നെ എവിടേക്ക് കൊണ്ടുപോകാതിരിക്കാൻ കഴിയുമോ? എന്നാ ഖബറിന്റെ ഭീതിജനകമായ ഭയപ്പെടുത്തൽ കേട്ടിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ദുനിയാവിൽ ജീവിച്ച മനുഷ്യന്റെ മയ്യത്ത് വിളിച്ചു പറയുമെന്നാണ്